ഇല്ലായ്മയുടെ അനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചവനായിരുന്നു യേശുനാഥൻ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7 അതിന് ഏറ്റവും തെളിവായിട്ടുള്ളൊരു ഉദാഹരണം കാണുവാൻ കഴിയും. മറ്റൊരുവന്റെ കാലിത്തൊഴുത്തിലാണ് ജനിച്ച് യേശു കർത്താവിനെ കിടത്തപ്പെട്ടത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് മറ്റൊരു ബാലന്റെ കയ്യിൽ നിന്നും വാങ്ങിയ അപ്പം കൊണ്ടാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 38 കടം വാങ്ങിയ പടകിലാണ് യേശു കർത്താവ് വിശ്രമിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21:2 മറ്റൊരാളുടെ കഴുതയാണ് യേശു കർത്താവ് വാഹനമാക്കിയത്. മത്തായിയുടെ സുവിശേഷം 26:18 പെസഹ ഒരുക്കുവാൻ മുറി സ്വീകരിച്ചത് മറ്റൊരുവന്റേതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27:27 പരിഹസിക്കപ്പെട്ടപ്പോൾ പടയാളികൾ ധരിപ്പിച്ച ചുവന്ന അങ്കി മറ്റൊരുവന്റെ ആയിരുന്നു. മത്തായിയുടെ സുവിശേഷം 27:59 ഏറ്റവും ഒടുവിൽ യേശു കർത്താവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത് അരിമധ്യയിലെ യോസെഫിന്റെ കല്ലറയിലായിരുന്നു. ജനിച്ചത് മുതൽ മരണം വരെയും യേശു കർത്താവ് അനുഭവിച്ചത് ഇല്ലായ്മയുടെ അനുഭവമാണ്. യാത്ര ചെയ്യുവാൻ വാഹനം മറ്റൊരുവന്റേത്, പെസഹ ഒരുക്കുവാൻ മുറി മറ്റൊരുവന്റേത്, ജനത്തിന് ഭക്ഷണം നൽകുവാൻ, നികുതി നൽകുവാൻ, വിശ്രമിക്കുവാനായിട്ടുള്ള സ്ഥലമൊക്കെയും മറ്റൊരുവന്റേതായിരുന്നു. യേശു കർത്താവ് അനുഭവിച്ചത് ഇല്ലായ്മയുടെ ജീവിതാനുഭവമാണ്. എന്തിനാണ് യേശു കർത്താവ് ഈ ഇല്ലായ്മ അനുഭവിച്ചത്? നമ്മുടെ ജീവിതത്തിന്റെ ഇല്ലായ്മകളിൽ സ്നേഹത്തിന്റെ സാന്ത്വനം നൽകുവാൻ വേണ്ടിയിട്ടാണ്. നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ ജീവിത നന്മകൾ ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്ന ഒരു അനുഭവങ്ങളിൽ, ഒരുപക്ഷെ നല്ല ഭക്ഷണം കഴിക്കുവാനില്ലാത്ത അനുഭവങ്ങളിൽ സ്നേഹത്തിന്റെ സാന്ത്വനം നൽകുവാൻ വേണ്ടിയിട്ടാണ്. ആർക്കാണ് നാം അനുഭവിക്കുന്ന വേദന അറിയുവാൻ കഴിയുക? നാം അനുഭവിക്കുന്ന വേദന അനുഭവിച്ചവനെ നമ്മുടെ വേദന അറിയുവാൻ കഴിയുകയുള്ളൂ. നാം ഇല്ലായ്മ അനുഭവിച്ച് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മയാണ്, ഞെരുക്കമാണ്, ഒന്നുമില്ലായ്മയാണ്, കഷ്ടപ്പാടാണ് എന്ന് പറയുമ്പോൾ അതനുഭവിച്ച യേശുവിന് നമ്മെ സാന്ത്വനിപ്പിക്കുവാൻ കഴിയും, സ്നേഹത്തിന്റെ സാന്ത്വനം നൽകുവാൻ കഴിയുമെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് കുരിശ് അനുഭവിച്ചത് നമ്മുടെ ഇല്ലായ്മകളിൽ സ്നേഹത്തിന്റെ സാന്ത്വനം നൽകുവാൻ വേണ്ടിയാണ്.